അതിങ്ങനെ ആദ്യമായിട്ടായിരിക്കും എല്ലാവരും അറിയാൻ പാടെ. അത് ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിലായത് മാൽദീവ്സിനേക്കാളും കിട്ടില്ല സ്ഥലമാണ് ലക്ഷദ്വീപ്. പാപ്പ ന്യൂഗിനിയുടെ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ചെന്ന് വീഡിയോ ഒക്കെ എടുത്ത്, അത് ഞാൻ കുഞ്ഞൊരു ക്യാമറ ഉപയോഗിച്ച്, നമുക്ക് മൊബൈൽ എടുത്ത് പുറത്ത് പിടിച്ച് വീഡിയോ എടുത്താൽ പെട്ടെന്ന് അവർ നോട്ട് ചെയ്യും പെട്ടെന്ന്. അത് ഡേഞ്ചറാണ്. അല്ല, ഞാനെപ്പോഴും എൻ്റെ ട്രാവൽ ഭയങ്കര ലക്ഷറി പോകത്തില്ല, ഒട്ടും ബഡ്ജറ്റും പിടിക്കത്തില്ല, ഒരു മീഡിയം റേഞ്ച് ആയിരിക്കും എപ്പോഴും കീപ്പ് ചെയ്യുക. അപ്പോൾ വീണ്ടും ആൾക്കാർ കൊച്ചി തേരാപ്പാര ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്കൊരു മടി അതിനകത്തുള്ളത് സിനിമാടന്മാരുടെ വീട്ടിലോട്ട് പോകുന്ന വീഡിയോ മാത്രം ചെയ്താൽ ആൾക്കാർ കാണുന്നുള്ളൂ. ഞാൻ അല്ലാത്ത ചെയ്തത് കണ്ടിട്ടില്ല. ഇപ്പോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ മാത്രമേ എൻ്റെ ഉള്ളൂ. പിന്നെ തൊട്ട് ഞാൻ മാസം ഇങ്ങനെ പൈസ ഇങ്ങനെ കൂട്ടി വെച്ച്, അത് ട്രിപ്പ് പോകുന്നതിൻ്റെ ലാസ്റ്റ് ഒരു 3 മാസം മുമ്പ് പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ടിക്കറ്റ് തരും. ഭയങ്കര ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി ജീവിതത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ നേരിട്ടത് ഈ യാത്രയായിട്ട് ബന്ധപ്പെട്ട ശരിക്കും എൻ്റെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോകാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. ഇങ്ങനെ പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകുന്നത് ആക്ച്വലി ഇൻസ്പയർ ആയത് സഞ്ചാരമൊക്കെ കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ സഫാരി ചാനലിൽ പോയിട്ട് എനിക്കൊരു ആ യാത്രയിൽ പരിപാടി പങ്കെടുക്കാനും പറ്റി. ഷെറിൻ പോളാണ് ദ ക്യൂവിനൊപ്പം. സ്വാഗതം. നമസ്കാരം. നമ്മൾ തേരാപ്പാര സീരീസാണ് ഷെറിനെ കണ്ട എല്ലാവരും ആദ്യം ചോദിക്കുന്ന പരിപാടി. അവിടെ നിന്ന് തുടങ്ങി പിന്നീട് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൂടെ ലക്ഷദ്വീപ്, തുർക്കി വഴി അന്റാർട്ടിക്ക എത്തി നിൽക്കുകയാണ് യാത്ര. ഈ യാത്രയെ വിപുലീകരിക്കുന്ന ഒരു സാഹചര്യം സംസാരിച്ച് തുടങ്ങാൻ കരുതുന്നുണ്ട്. അത് ആക്ച്വലി ഒരു പയ്യെ ആയി വന്ന സംഭവമാണ്. ഇപ്പം നമ്മൾ പണ്ട് മുതൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴുള്ള ആളുകൾ അറിയുന്നത്. ആക്ച്വലി വീഡിയോ ഇല്ലാത്ത കാലത്ത് ഞാൻ യാത്ര ചെയ്യാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലൊക്കെ അരുണാചൽ പ്രദേശ് ഭാഗത്തൊക്കെ എനിക്ക് 20 വയസ്സുള്ളപ്പോൾ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ട്രെയിനിൽ കയറി വിവേക് എക്സ്പ്രസ്സിൽ കയറി പോയതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അന്നൊന്നും വീഡിയോ പരിപാടി ഇല്ല. ജസ്റ്റ് അന്ന് എൻ്റെ കയ്യിൽ ഫോൺ പോലും ഇല്ല, അന്ന് ക്യാമറയുള്ള ഫോൺ പോലും ഇല്ല. അപ്പോൾ കൂട്ടുകാരൻ്റെ അന്ന് കുഞ്ഞൊരു ക്യാമറ ഉണ്ട്, അതിനകത്തൊക്കെ എടുത്ത ഫോട്ടോസൊക്കെ ഉള്ളൂ. അതൊക്കെ വലിയൊരു മെമ്മറിയാണ്. പിന്നീട് ഗ്രാജുവലിയാണ് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയത്. എനിക്ക് താല്പര്യമുള്ള ഒരു സംഭവമാണ് ഈ ഫോട്ടോഗ്രാഫി. ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി എനിക്ക് ഇഷ്ടമാണ്, എഡിറ്റിംഗ് ഇഷ്ടമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വീഡിയോയിലോട്ട് മാറി. നമ്മൾ ജസ്റ്റ് ഈ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റയിലൊക്കെ വെറുതെ ഫോട്ടോ ഒക്കെ എടുത്തില്ല ചുമ്മാ, അതുപോലെ പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങി. അങ്ങനെ ഓട്ടോമാറ്റിക് ഗ്രാജുവലിയാണ് ഞാൻ ആക്ച്വലി യൂട്യൂബ് എന്ന രീതിയിലോട്ട് വരുന്നത്. ശരിക്കും ഇപ്പോൾ പലതരം ജോലികൾ ചെയ്ത് ഒടുവിൽ കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ട്രാവലർ എന്നുള്ള ഒരു സ്വിച്ച് ചെയ്യുന്നൊരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ഒരു തീരുമാനം എടുക്കുന്നത് പിന്നെ എപ്പോഴായിരുന്നു? ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. ഭയങ്കര ഒരു റിസ്ക് ആണല്ലോ. നമ്മൾ റിസ്ക് എടുക്കുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അതെന്നെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക് ആയിരുന്നു. ഞാൻ പല മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പം പഠിക്കണ കാലം തൊട്ടേ നമ്മൾ ഒരു പാർട്ട് ടൈം ജോലിക്ക് പോവുക, മറ്റേ കാറ്ററിങ്ങിന് പോവുക, പല ജോലിക്കും പോയിരുന്നു. എൻ്റെ ഓർമ്മയിൽ 11ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ വർക്കിന് പോകുന്നുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനിപ്പോൾ ഇന്നിട്ട് ഈ ഒരു ഡ്രസ്സായിക്കോട്ടെ, ഞാൻ സ്കൂട്ടർ, സൈക്കിളിൻ്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്, സൈക്കിളായിക്കോട്ടെ, ഞാൻ മേടിച്ച കാറ്, അങ്ങനെ എന്ത് സാധനം ആയിക്കോട്ടെ ഞാൻ എൻ്റെ സ്വന്തം പൈസക്കാണ് മേടിച്ചിട്ടുള്ളത്. വീട്ടുകാരൊന്നും ഇപ്പം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ കല്യാണം വരും. അപ്പോൾ അതിങ്ങനെ ആദ്യമായിട്ടായിരിക്കും എല്ലാവരും അറിയാൻ പാടെ. അത് ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ കല്യാണത്തിൻ്റെ ചിലവ് വരെ ഞാനാണ് നോക്കുന്നത്. വീട്ടുകാരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് യാത്രകൾക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നതും ഞാൻ തന്നെയാണ്. നമ്മുടെ ഇഷ്ടമുള്ളൊരു സംഭവം, പാഷൻ ഫോളോ ചെയ്ത് നമ്മളങ്ങ് പോകുന്നുള്ളൂ. കോവിഡ് കാലത്തിന് ശേഷമാണല്ലോ ഈ കൊച്ചി തേരാപ്പാര സീരീസ് തുടങ്ങുന്നത്. പിന്നീട് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെ കോണ്ടന്റ് ചെയ്യുന്നുള്ളത്. അതിനുശേഷം പുറത്ത് ഒരു കണ്ടന്റ് എന്നുള്ളത് ലക്ഷദ്വീപാണ് തുടങ്ങുന്നത്. അപ്പൊ ഈ ലക്ഷദ്വീപ് എന്നുള്ളൊരു രാജസ്ഥാൻ പോയിട്ടുണ്ട്. ഈ ലക്ഷദ്വീപ് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് എങ്ങനെയാണ്? അത് ഇപ്പം ഞാൻ പോകുന്ന സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണണം എന്നൊക്കെയുള്ള ഒരു ലിസ്റ്റ് എനിക്കുണ്ട്. അപ്പോൾ ലക്ഷദ്വീപ് അതേപോലത്തെ ഒരു സ്ഥലമാണ്, എനിക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ എങ്ങനെ പോകണമെന്ന് എനിക്കതൊന്നും അറിയത്തില്ല. അങ്ങനെയാണ് ഞാൻ എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപ് ടൂറിസത്തിൻ്റെ ഒരു ഷിപ്പ് ടൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞു ഞാനത് ബുക്ക് ചെയ്തു. അത് ബുക്ക് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ അന്ന് പൈസ ഇല്ലായിരുന്നു. എന്നിട്ട് അതെങ്ങനെയോ ഞാൻ പൈസ ഒപ്പിച്ചിട്ടാണ് ഈ സംഭവം ബുക്ക് ചെയ്യുന്നത്. എന്നിട്ട് അപ്പോൾ എനിക്കൊരു പ്രൊമോഷൻ വർക്ക് കിട്ടി. അങ്ങനെയാണ് എനിക്ക് ആ പൈസ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ പ്രൊമോഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ട്രിപ്പിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത്. എൻ്റെ ഓർമ്മയിൽ 22,000 രൂപയെന്ന് തോന്നുന്നു അന്നത്തെ പാക്കേജ്, കുറേ വർഷം മുമ്പാണ്. അപ്പം അങ്ങനെയാണ് ആ ലക്ഷദ്വീപ് ഞാൻ ആദ്യമായിട്ട്
കാണുന്നത്. അത് ശരിക്കും ഞാൻ മാൽദീവ്സ് അത് കഴിഞ്ഞിട്ട് പിന്നീട് പോയിട്ടുണ്ട്. ശരിക്കും എനിക്ക് മനസ്സിലായത് മാൽദീവ്സിനേക്കാളും കിടിലൻ സ്ഥലമാണ് ലക്ഷദ്വീപ്. ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സൗന്ദര്യം ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ സ്വന്തം ലക്ഷദ്വീപിലാണ്. മാൽദീവ്സിനേക്കാൾ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടുത്തെ പോലെ ഒരു പ്രൊഫഷണൽ ടൂറിസം ഇവിടെ ഇല്ല എന്നുള്ളൊരു പ്രശ്നം, എന്തൊക്കെയോ സംതിങ് പ്രശ്നമുണ്ട്. ഒന്നാമത് ഇന്ത്യക്കാർക്ക് പോലും മര്യാദക്ക് പോകാനായിട്ട് പെർമിറ്റ് വേണം, ഭയങ്കര പ്രശ്നം. നൂലാമാലകളാണ്. ഇപ്പോൾ വിദേശികൾക്ക് പെർമിറ്റ് വല്ലതും അത് ഓക്കെ, പക്ഷെ സ്വന്തം ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള മലയാളികൾക്കെങ്കിലും ഫ്രീ ആയിട്ട് പോയി വരാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ നല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടി ആക്സസ് കൊടുത്താൽ ടൂറിസം പെട്ടെന്ന് ഓപ്പൺ ആയി കിട്ടും. പക്ഷേ ആദ്യ ഒരു രാജ്യാന്തര യാത്ര ഞാൻ മനസ്സിലാക്കുന്നത് തുർക്കിയാണെന്ന് മനസ്സിലാക്കുന്നത്. ഞാനൊരു വിസ എടുത്ത് പോയത് തുർക്കിയാണ്. വിസയൊക്കെ മറ്റേ നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പൊക്കെ അടിച്ച് പോയത് തുർക്കിയാണ്. പക്ഷെ അതിന് മുമ്പ് നേപ്പാൾ പോയിട്ടുണ്ട്. അത് എവറസ്റ്റ് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ നേപ്പാൾ പോയിട്ടുണ്ട്. പക്ഷെ നേപ്പാൾ മുഴുവൻ എക്സ്പ്ലോറും ചെയ്തിട്ടില്ല. അത് എവറസ്റ്റ് എന്നുള്ളൊരു ഫോക്കസ് പോയതാണ്. ഈ തുർക്കി എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് എങ്ങനെയാണ്? അത് ആക്ച്വലി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ഗ്രൂപ്പ് പാക്കേജിൻ്റെ ഒപ്പം ഞാൻ ഇൻക്ലൂഡ് ആയതാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് തുർക്കിയിലോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോയ ഒരു യാത്രയാണ്. പിന്നീടുള്ള എല്ലാ യാത്രകളും പിന്നെ ഒറ്റയ്ക്കാണ് പോയത്. ഈ തുർക്കിയിലെ അനുഭവങ്ങൾ എന്തായിരുന്നു? തുർക്കി ശരിക്കും ഞാൻ എൻ്റെ ഫസ്റ്റ് ഇതുപോലത്തെ ഒരു രാജ്യം ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു യൂറോപ്യൻ കൺട്രിയുടെയൊക്കെ ഒരു എനിക്ക് തോന്നുന്നു എന്താണ് നമ്മുടെ തുർക്കിയിൽ നമ്മൾ ചെന്നിറങ്ങുന്നത് ഇസ്താംബുളിലാണ്. ഇസ്താംബുളാണ് തുർക്കിയുടെ ക്യാപിറ്റൽ. ഈ തുർക്കിയുടെ ക്യാപിറ്റൽ ഇസ്താംബുളിൽ ഒരു ഭാഗം യൂറോപ്പ് ഭൂഖണ്ഡത്തിലും ഒരു ഭാഗം ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് കൂടിയാണ് ബോസ്ഫറസ് എന്ന് പറയുന്ന ഒരു കടലെടുക്കുള്ളത്. അപ്പോൾ അതിൽ കൂടി ഒരു ബോട്ട് യാത്രയൊക്കെ ഉണ്ട്. അതായത് രണ്ട് ഭൂഖണ്ഡങ്ങൾക്കിടയിൽ കൂടിയൊക്കെ. അപ്പോൾ ആ ഏരിയയൊക്കെ ശരിക്കും നമുക്ക് ഒരു യൂറോപ്യൻ ആ ഒരു രീതി തന്നെയാണ്, ഭൂപ്രദേശമാണെങ്കിലും ബിൽഡിങ്സ് ആണെങ്കിലും. അപ്പോൾ ഞാനിത് ആ സമയത്തൊന്നും ഫസ്റ്റ് ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ യാത്രയല്ല. അപ്പോൾ നമുക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. അതായത് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളും എന്തായാലും ഭയങ്കര രസമുള്ള സ്ഥലമുണ്ടായി. പ്രത്യേകിച്ച് തുർക്കിയിലെ കപ്പഡോക്യ എന്ന് പറയുന്നത് ഭയങ്കര ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അവിടെ 5000 വർഷങ്ങൾക്ക് മുമ്പ് ആ അഗ്നിപർവ്വതം പൊട്ടിയൊലിച്ചുണ്ടായ ഒരു നഗരം. അതൊരു കാണുന്ന അതെന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു ഭൂപ്രകൃതിയുള്ള സ്ഥലം. അതിനകത്തും മനുഷ്യർ ഭൂമിക്കടിയിൽ അണ്ടർഗ്രൗണ്ട് സിറ്റീസ് വരെ ഉണ്ടാക്കി ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയായിരുന്നു, ഭൂമിക്കടിയിൽ കൂടിയുള്ള സിറ്റികൾ. പുറത്തു നോക്കിയാൽ അങ്ങനെ ഒരു ഇതുണ്ടെന്നേ കാണത്തില്ല. അതിന് ശേഷം പിന്നീട് ഈ ഗിനി, ഇന്ത്യാനേഷ്യൊക്കെ പോയ സമയത്തുള്ള വീഡിയോകൾ കണ്ടാൽ അവിടെ ഗ്രാമങ്ങളിലുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ പോവുക കാണുന്നതിലപ്പുറം അവരായിട്ട് ഇടപഴകാനുള്ള ഒരു സ്പേസ് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ്? എനിക്ക് ശരിക്കും അങ്ങനെയുള്ള ഒരു ഇത് താല്പര്യം. കാരണം ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ലോക്കലായിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിക്കും. ചിലപ്പോൾ ഭാഷയുടെ പ്രശ്നങ്ങളുണ്ടാവുമെങ്കിലും അവരുടെ ജീവിതങ്ങൾ കാണാൻ പറ്റും. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ആരുടെങ്കിലും ഹെൽപ്പ് ഇല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ പാപ്പുവ ന്യൂഗിനി എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അത്തരം രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് യാത്രയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ രാജ്യത്ത്. കാരണം ഇത്തിരി ക്രൈം റേറ്റ് ഭയങ്കര കൂടുതലാണ്. നമ്മളൊരു ക്യാമറ ഇപ്പോൾ വെറുതെ നടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്കിതെല്ലാം കാണാം. പക്ഷെ നമ്മളെപ്പോഴും വീഡിയോ എടുക്കുന്നുണ്ട്. ഈ ക്യാമറ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം കട്ടപ്പോയായിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അന്ന് അവിടെ നമ്മുടെ അറിയുന്നൊരു അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ പാപ്പുവ ന്യൂഗിനിയുടെ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ചെന്ന് വീഡിയോ ഒക്കെ എടുത്ത്. അത് ഞാൻ കുഞ്ഞൊരു ക്യാമറ ഉപയോഗിച്ച് നമുക്ക് മൊബൈൽ എടുത്ത് പുറത്ത് പിടിച്ച് വീഡിയോ എടുത്താൽ പെട്ടെന്ന് അവർ നോട്ട് ചെയ്യും പെട്ടെന്ന്. അത് ഡേഞ്ചറാണ്. അപ്പോൾ അവർ ശ്രദ്ധിക്കാണ്ടിരിക്കാൻ കുഞ്ഞൊരു ക്യാമറ ഞാൻ ഇങ്ങനെ പിടിച്ച് ആരും അറിയാണ്ടാണ് ആ വീഡിയോ മൊത്തം എടുത്തേക്കണം. ആ സ്പോട്ട് ശരിക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഇവിടെ പോകാൻ തീരുമാനിക്കുന്നത് ശരിക്കും പാപ്പുവ ന്യൂഗിനിയുടെ പ്രത്യേകത ഭയങ്കര വൈവിധ്യമുള്ള സ്ഥലമാണ്. ഏതാണ്ട് ഇന്ത്യ പോലെ എന്ന് പറഞ്ഞാൽ പല കൾച്ചറുകളും പല ട്രൈബ്സൊക്കെയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രൈബ്സ് ഉള്ളത് ഈ പാപ്പുവ ന്യൂഗിനിയല്ല. ഏതാണ്ട് 1000-ഓളം ട്രൈബുകളുണ്ട്, ഗോത്രവർഗ്ഗക്കാർ. പ്ലസ് 800-ലധികം ഭാഷ സംസാരിക്കുന്നുണ്ട് അവർ. അപ്പം അങ്ങനെ ഭയങ്കര പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ്. പിന്നെ പഴയ രീതിയിലൊക്കെ തന്നെ ഡ്രസ്സ് ഇട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്ലി അല്ലാത്തവരടുത്ത് നമുക്ക് പോകാൻ പാടാണ്. അപ്പോൾ അല്ലാത്ത കുറച്ച് ഏതാണ്ട് 12ഓളം ട്രൈബുകൾ നമ്മൾ വിസിറ്റ് ചെയ്തായിരുന്നു. പിന്നെ അവരുടെ ലോക്കൽ മാർക്കറ്റുകളും ഒക്കെ കണ്ടായിരുന്നു. ശരിക്കും ഈ രാജ്യാന്തര യാത്ര തീരുമാനം എടുക്കുമ്പോൾ ഈ രാജ്യങ്ങൾ സെലക്ട് ചെയ്യുന്നത് എൻ്റെ ഒരു ട്രാവൽ പ്ലാൻ അതൊന്ന് പറയാം എങ്ങനെയായിരുന്നു? അത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പണ്ട് തൊട്ട് കേൾക്കുന്നതാണ് ഈജിപ്തിലെ പിരമിഡ്. അതൊന്നും ലോകാത്ഭുതമാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചാൻസ് കിട്ടി നമ്മൾ അങ്ങോട്ട് പോകണം എന്ന് നമുക്ക് മനസ്സിലിങ്ങനെ കിടക്കും, അങ്ങനെ കിടക്കും. അപ്പോൾ
ഇനി അടുത്തത് എവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് നോക്കുമ്പോൾ എന്നാൽ ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ബഡ്ജറ്റ് നോക്കും. ഈ നമ്മുടെ ബഡ്ജറ്റിൽ പോയി വരാൻ പറ്റുമോ? അപ്പോൾ ഫസ്റ്റ് ബഡ്ജറ്റിൽ പോകാൻ പറ്റുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. എന്നിട്ട് ആ രാജ്യം പോകും, ആ സ്ഥലങ്ങൾ കാണും. എന്നിട്ട് അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇസ്രായേൽ യാത്രയുടെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ഈജിപ്ത് ആ ബോർഡർ ക്രോസ് ചെയ്തിട്ടാണ് ഇസ്രായേലിൽ പോകുന്നത്. അപ്പം ഞാൻ അത് ചിലവ് കുറയ്ക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഒന്നിച്ചൊരു യാത്രയാക്കാന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ സെപ്പറേറ്റ് പോകാന്ന് പറഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റ് എക്സ്പെൻസ് ഒക്കെ കൂടും. നമ്മളെപ്പോഴും ഈ ബഡ്ജറ്റ് ശ്രദ്ധിച്ചാൽ പോകാറ്, അല്ലെങ്കിൽ പണിയാണ്. ഈജിപ്ത് കണ്ടതിന് ശേഷമാണ് പിന്നെ ബോർഡർ ക്രോസ് ആയിട്ടാണ് ഇസ്രായേലിലോട്ട് വരുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പഴയ ഒരുപാട് ഹിസ്റ്ററി ഉള്ളത്, ഏതാണ്ട് 10,000-4000 വർഷം ഹിസ്റ്ററി ഉള്ള സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഈ ഹിസ്റ്ററി കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഇത്തരം സ്ഥലങ്ങൾ പിന്നെ ഇവിടുത്തെ വിസ നമുക്ക് ഒറ്റയ്ക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സാധാരണ എല്ലാവരും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പാക്കേജ് ട്രിപ്പുകൾ പോകുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു വൈറ്റ് പേപ്പറിൽ കണ്ടാണ് വിസ അടിക്കണം, അങ്ങനെ എന്തോ സംവിധാനമാണ്. പക്ഷെ എനിക്ക് പാസ്പോർട്ടിൽ സീൽ അടിക്കണം, നമ്മൾ സിംഗിളായിട്ട് അപേക്ഷിക്കല്ലേ. പക്ഷെ എനിക്കെന്തോ അത് കിട്ടി ഭാഗ്യത്തിന്. അപ്പം അതുകൊണ്ട് നമ്മളവിടെ കയറി. പിന്നെ അവിടെ എനിക്ക് ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. കാരണം കറക്റ്റ് സ്പോട്ട് ഇത് ഇന്നതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞുതരും. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് എന്താ സംഭവം എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു ഷൈൻ ചേച്ചി എന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ മിക്ക സ്ഥലങ്ങളും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഒക്കെ പോയി കണ്ടു. ഈ ശരിക്കും ഈ ബജറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഷെറിന് ഇഷ്ടപ്പെടുന്ന ഒരു വേ എങ്ങനെയാണ്? അഥവാ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നവരെ പ്രീമിയം സ്വഭാവത്തിൽ പോയി അവിടെ എത്തി സ്ഥലം കാണുന്നതാണ് ഇതിന്റെ ഒരു ബജറ്റ് കണക്കാക്കുന്ന ഒരു? അല്ല, ഞാനെപ്പോഴും എൻ്റെ ട്രാവൽ ഭയങ്കര ലക്ഷറി പോകത്തില്ല, ഒട്ടും ബഡ്ജറ്റും പിടിക്കത്തില്ല. ഒരു മീഡിയം റേഞ്ച് ആയിരിക്കും എപ്പോഴും കീപ്പ് ചെയ്യുക. എന്നാലും സാധാരണ ആളുകൾ പോകുന്ന പോലെയൊക്കെ തന്നെ പോകുന്നത്. നമ്മളിപ്പോൾ ലിഫ്റ്റൊക്കെ അടിച്ച് പോകില്ല, അങ്ങനെ ഞാൻ പോകാറില്ല. ഞാൻ പൈസ കൊടുത്ത് പോകത്തുള്ളൂ. അപ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം. ഇപ്പോൾ ടാക്സി ഉണ്ടെങ്കിൽ ടാക്സി കയറി പോവാം, ബസ് ഉണ്ടെങ്കിൽ ബസ്സിൽ കയറി, ട്രെയിനിൽ കയറി പോവാം. അപ്പം അത്തരം യാത്രകളാണ് നമ്മൾ പൊതുവേ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം പിന്നെ ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞിട്ടുള്ള ചിലവൊക്കെ ഏകദേശം വലിയ പ്രശ്നമായിട്ട് വരാറില്ല. അങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരിക്കും ഏറ്റവും എക്സ്പെൻസീവായിട്ട് വരാം. നമ്മുടെ ട്രിപ്പിൻ്റെ പകുതി ബഡ്ജറ്റും ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരിക്കും, അതിനായിരിക്കും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന വലിയ എക്സ്പെൻസും നോർമലി ആയിരിക്കും. പിന്നെ ഈ ചില ഡെവലപ്ഡ് കൺട്രികളിലൊക്കെ പോകുമ്പോഴാണ് എക്സ്പെൻസീവായിട്ട് തോന്നാറുള്ളത്. ഒരു ദിവസം താമസിക്കാൻ തന്നെ നമുക്ക് ഒരു 2500-3000 രൂപയുടെയൊക്കെ ചിലവ് അത്യാവശ്യം. ഇപ്പോൾ ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ പിന്നെ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇത്ര എക്സ്പെൻസീവ് ആയിരിക്കും ഇത്രയും. അപ്പോൾ ഒരുപാട് ഡേയ്സ് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം ചുരുങ്ങിയ ഡേയ്സ് കൊണ്ട് മാക്സിമം സ്ഥലം കണ്ടിട്ട് വരാനായിട്ട് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോകും. ഷെറിൻ എവിടെ പോയാലും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം, തേരാപ്പാര സീരീസ് ചെയ്തിരുന്ന ആളല്ലേ എന്നുള്ളൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ കുറച്ച് അതൊക്കെ ചേഞ്ച് വന്നു. അതായത് ചില സീരീസ് ആയിരിക്കും കണ്ടേക്കണം, ചിലർ ലക്ഷദ്വീപ് ആയിരിക്കും കണ്ടേക്കണം ആദ്യം, കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ചിലവർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അന്റാർട്ടിക്ക ആയിരിക്കും ചിലവർ ആദ്യമായിട്ട് കാണുന്നത്. ചിലവര് പണ്ട് മുതലേ ഉള്ളവരാണെങ്കിൽ ശരിക്കും തേരാപ്പാര സീരീസിന് ശരിക്കും ഷെറിന് കിട്ടിയ ഹൈ എന്താണ്? ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് തന്നെ ഭയങ്കര റീച്ച് വന്നായിരുന്നു. അപ്പോൾ അതിന്റെ ബേസിക് കാരണം ഈ സിനിമാ നടന്മാരുടെ പേരുള്ളതുകൊണ്ടാണ്. ഇന്നയാളുടെ വീട് കാണുന്നു എന്ന് പറയുമ്പോൾ ഒരു ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പക്ഷെ ബേസിക്കലി നമ്മൾ ആ വീടിന്റെ ഉള്ളിൽ കയറിയൊന്നും കാണിക്കണില്ല. പക്ഷെ നമ്മളുടെ ആ സീരീസിന്റെ ഉദ്ദേശം കൊച്ചി എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് കൊച്ചിയിൽ തേരാപ്പാര എന്ന് പേരിട്ടേക്കണം. ഫസ്റ്റ് തോട്ട് എവിടെ നിന്നുള്ള പറയാമോ? ആ സീരീസ് പരിപാടി പിടിച്ചാലോ എന്നുള്ള തുടങ്ങി? അത് ശരിക്കും നമ്മൾ ആ സമയത്ത് ഞാൻ കൊറോണക്ക് തൊട്ട് മുമ്പാണ് നമ്മൾ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഞാൻ ഫുൾ ടൈം ഇതിനകത്ത് നിൽക്കാം എന്നുള്ളൊരു പ്ലാനിൽ വന്നു. അപ്പോൾ ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് പോകുമ്പോഴാണ് ഞാൻ ആ സമയത്ത് ഒരു ഓൾ കേരള എന്ന് പറഞ്ഞിട്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി. 13 എപ്പിസോഡ് ഇട്ട്. അപ്പോഴാണ് കൊറോണ വരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാർച്ച് 9 തോന്നുന്നു ലോക്ക്ഡൗൺ വരാൻ പോകുന്നതെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. മാർച്ച് 9 അന്ന് അവിടെ ആറ്റുകാൽ പൊങ്കാലം കണ്ടായിരുന്നു. ഞാൻ ആ പരിപാടിയൊക്കെ നിന്നിട്ടാണ് അതൊക്കെ എനിക്കൊണ്ട് വീഡിയോ എടുത്തോന്ന് ഞാൻ എടുത്തില്ലെന്ന് തോന്നുന്നു. പിറ്റേ ദിവസം ഞാൻ നാട്ടിലോട്ട് തിരിച്ചു പോവാണ്. കാരണം കൊറോണ വരുന്നു, ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നു. പിന്നെ ആ സീരീസായി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. 2 മാസത്തോളം ലോക്ക്ഡൗൺ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളാകെ പ്രശ്നത്തിലായി. കാരണം ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നമുക്ക് വരുമാനമില്ല, ഒന്നുമില്ല, എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ഈ പയ്യൊന്ന് എന്ന് വെച്ചാൽ ഒരു മെൻ്റലി ഒന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രാവിലെ സൈക്കിൾ എടുത്ത് ഇറങ്ങിയത് കൂട്ടുകാരുടെ ഒപ്പം. ചുമ്മാ പോകുന്ന വഴിയിൽ ഞാൻ വെറുതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇടുമായിരുന്നു. ഇതാണ് മമ്മൂട്ടിയുടെ വീട്, ഇതാണ് ഇന്നയാളുടെ വീട്, ഈ സ്ഥലത്ത് വെച്ചാണ് മറ്റേ സിനിമ ഷൂട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടും. അപ്പോൾ ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊരു യൂട്യൂബ് സീരീസ് ആയിട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ
ഒരു ഗോപ്രോ എടുത്ത് അങ്ങ് ഇറങ്ങി. പിന്നെ അതൊരു വീഡിയോ ആക്കി മൊത്തത്തിൽ പോകുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന തൊട്ട് മൊത്തം അങ്ങ് ഒരു വീഡിയോ ആക്കി ഇട്ട് തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് അത് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. പക്ഷേ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 35 എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഈ സിനിമാ നടന്മാരുടെ പേരുള്ളത് മാത്രമേ ആൾക്കാർക്ക് കൂടുതൽ കണ്ടിട്ടുള്ളൂ. അല്ലാത്തതൊന്നും അധികം കാണാത്ത. ഞാൻ കൊച്ചിയുടെ മാത്രം അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനൊന്നും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ വീണ്ടും ആൾക്കാർ കൊച്ചി തേരാപ്പാര ചെയ്യണം എന്ന് പറയുമ്പോൾ അപ്പൊ എനിക്കൊരു മടി അതിനകത്തുള്ളത് സിനിമാ നടന്മാരുടെ വീട്ടിലോട്ട് പോകുന്ന വീഡിയോ മാത്രം ചെയ്താൽ ആൾക്കാർ കാണുന്നുള്ളൂ. ഞാൻ അല്ലാത്ത ചെയ്തത് കണ്ടിട്ടില്ല. അപ്പൊ അതിന് പരിമിതിയുണ്ട്. അപ്പൊ നമ്മൾ കൊച്ചിയുടെ മാത്രം ചെയ്ത് നിന്നിട്ടും കാര്യമില്ല എന്നുള്ളത് മനസ്സിലായപ്പോഴാണ് ഞാൻ പയ്യെ അത് മാറ്റി പുതിയ യാത്രകളിലോട്ട്, പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ മാറിയല്ലോ, പിന്നെ പുതിയ യാത്രകളിലോട്ട് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോയത്. ആ യാത്ര നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ അന്റാർട്ടിക്കൻ സീരീസ് ആണ് യൂട്യൂബിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു ആലോചന അന്റാർട്ടിക്കയിലേക്ക് പോകാന്നുള്ള പ്ലാനും? ഇത് പണ്ട് തൊട്ടേ എൻ്റെ മനസ്സിലുള്ള ഒരു സാധനമാണ്. അതായത് ഒന്ന് എവറസ്റ്റ് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നമ്മൾ 2020 തന്നെ പോയി കണ്ടു. അപ്പം അപ്പോഴെ തൊട്ടേ ഈ സാധനം മനസ്സിലുണ്ട്, പണ്ട് തൊട്ടേ ഉണ്ട്. അപ്പോൾ 2021 മുതലാണ് ഞാൻ ഇത് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത്. എങ്ങനെയെങ്കിലും നമുക്ക് അന്റാർട്ടിക്ക ഒന്ന് പോകണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിൽ ഞാൻ കുറേ റിസർച്ചൊക്കെ ചെയ്തു. അവസാനം എനിക്ക് മനസ്സിലായി ഷിപ്പ് എടുത്ത് പോകുന്നതാണ് നല്ലത്. പക്ഷേ അതിന് ഇത്ര എക്സ്പെൻസ് വരും, ഭയങ്കര ലക്ഷങ്ങൾ പൈസ വരും, ഭയങ്കര പൈസയാണ് ഇതിന്. അത് ഒന്നാമത് നമുക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല, ഏതെങ്കിലും പാക്കേജിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ പോകണം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് അതെങ്ങനെയും പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ടൈം തന്നെ ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ വന്നപ്പോൾ ഞാൻ ഫുള്ള് പ്ലാൻ ചെയ്തു. 2022 മെയ്യിലാണ് ഞാൻ ഷിപ്പ് ബുക്ക് ചെയ്യുന്നത്. ഷിപ്പ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ തൊട്ട് ഞാൻ മാസം ഇങ്ങനെ പൈസ ഇങ്ങനെ കൂട്ടി വെച്ച് അത് ട്രിപ്പ് പോകുന്നതിൻ്റെ ലാസ്റ്റ് ഒരു 3 മാസം മുമ്പ് പേയ്മെൻറ്റ് കൊടുത്താൽ മതി, അപ്പോൾ ഒരു ടിക്കറ്റ് തരും. അങ്ങനെ പൈസ കൂട്ടി വെച്ച് പോയതാണ് ആ ഒരു ട്രിപ്പ്. പിന്നെ ഏറ്റവും പ്രശ്നം വന്നത് എനിക്ക് വിസയുടെ കാര്യത്തിലാണ്. വിസക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഭയങ്കര ബുദ്ധിമുട്ട്. ഭയങ്കര ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി ജീവിതത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ നേരിട്ടത് ഈ യാത്രയായിട്ട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് വിസയുടെ കാര്യത്തിൽ. കാരണം നമ്മുടെ സാധാരണ ഒരു ഓർഡിനറി നമ്മുടെ ഒരു പാസ്പോർട്ട് വെച്ചിട്ട് അന്റാർട്ടിക്ക പോകാനല്ല, മീൻസ് ഈ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലോട്ട് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ അമേരിക്കയിലോട്ടൊക്കെ ഈ ഇമിഗ്രൻസ് പോകണോണ്ട് നമ്മളങ്ങനെ പെട്ടെന്ന് കയറ്റിവിടില്ല. ചെറുപ്പക്കാരായുണ്ട്, നമ്മളൊരു 50 വയസ്സിനൊക്കെ മുകളിലുള്ളവർക്കാണ് മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വിസ കിട്ടിയാലും നമുക്ക് കയറിപ്പോകാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പില്ല, അവർ വിടത്തില്ല ചിലപ്പോൾ. അങ്ങനെ കുറേ ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തായിരുന്നു വിസ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നെ 2 തവണ ഇൻ്റർവ്യൂ ചെയ്തു. സാധാരണ നോർമലി ഒരു തവണയില്ലേ, എന്നോട് രാവിലെ ഒരു ഇൻ്റർവ്യൂ, നിങ്ങൾ പോയിട്ട് ഉച്ചയ്ക്ക് വീണ്ടും വരാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ അത്രയും ചെക്ക് ചെയ്ത് ഏതാണ്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അവർ വെരിഫൈ ചെയ്തിട്ടാണ് എനിക്ക് വിസ അടിച്ച് തന്നത്. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡൊക്കെ ഒന്ന് കറങ്ങി വന്നതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി അവൻ കുഴപ്പമില്ല എന്ന് തോന്നിയോണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ വേറെ രസം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ അത്രയും ഫണ്ട് കാണിക്കണം. ഈ ട്രിപ്പിന് എത്ര രൂപ ചിലവ് വരുമോ അത് ആ പൈസ നമ്മൾ ഷിപ്പിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ വേറെ, ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ 2 ലക്ഷം രൂപ വരും. ഇത്രയും എമൗണ്ട് തന്നെ നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണം. കാരണം ഈ എമൗണ്ട് അതായത് ഈ പൈസ നമ്മുടെ അക്കൗണ്ടിലുണ്ട്, ഈ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് കാണിച്ചും കൊടുക്കണം. അപ്പോൾ ആ ഫണ്ടൊക്കെ ഉണ്ടാക്കണം. അതായത് ഓൾമോസ്റ്റ് വിസ കിട്ടണമെങ്കിൽ തന്നെ ഡബിൾ ഉണ്ടാക്കണം. ഈ ട്രിപ്പ് പോകേണ്ട ഡബിൾ നമ്മുടെ കയ്യിൽ ഡബിൾ പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ട്രിപ്പ് പോകാൻ പറ്റുള്ളൂ. ശരിക്കും എത്ര ദിവസം ഇതിന്റെ ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു മൊത്തം യാത്ര? പിന്നെ അതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ആ യാത്രയുടെ കാര്യങ്ങളൊന്നും പറയാം. ടോട്ടല് 15 ദിവസമാണ് നമ്മൾ അർജൻറ്റീന കൂടി യാത്രയും കൂടി ചേർത്തിട്ട്. ഇപ്പോൾ ഈ ഒരു ഷിപ്പിൻ്റെ സംഭവം 10 ദിവസമാണ്. 6 ദിവസം നമ്മൾ അന്റാർട്ടിക്കയിലുണ്ടാവും. 2 ദിവസം നമ്മൾ അങ്ങോട്ട് ഡ്രേക്ക് പാസേജ് ക്രോസ് ചെയ്യാൻ വേണം, തിരിച്ചതുപോലെ തന്നെ. പിന്നെ ഒരു 5 ദിവസം ഞാൻ ടോട്ടല് 6 ദിവസം ഉണ്ടായിരുന്നു. ടോട്ടല് 16 ദിവസമായിരുന്നു. 16ാമത്തെ ദിവസമാണ് തിരിച്ചു വന്നത്. 5 ദിവസം അർജൻറ്റീനയിലെ ഉഷുവായിലും ബ്യൂണസ് ഐറസിലായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തത്. ലാസ്റ്റ് ആ വീഡിയോ എടുത്ത ഫോണൊക്കെ പോയി. അത് അർജൻറ്റീന അത് കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയി. അത് പൊതുവെ ഉള്ളതാണ്. ഈ സൗത്ത് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ സ്ഥിരം ഉള്ളതാണ്. മൊബൈലൊക്കെ പിടിച്ചിട്ടുണ്ടെന്നാൽ അത് അപ്പോൾ വേണമെങ്കിൽ പോകും. ശരിക്ക് ആ യാത്രയിൽ നിന്ന് കിട്ടിയ ഹൈ എന്താണ്? കാരണം നമ്മളൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ അല്ല അച്ചീവ് ചെയ്യുന്നത്. അതെ അതെ, ശരിക്കും എൻ്റെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. കാരണം ഇത്ര എക്സ്പെൻസ് ആയിരിക്കും. ഇനി ഓരോ വർഷവും ഈ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ പോയ റേറ്റ് അല്ല ഇനി വരാൻ പോകുന്നത്. ഇനി അതിൻ്റെ എനിക്ക് തോന്നുന്നു 10-20% വെച്ചിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഭയങ്കര റേറ്റ് കൂടി. കാരണം ഇപ്പോൾ ഡിമാൻഡ് കൂടി വരുന്നുണ്ട്.
എനിക്ക് അതുകൊണ്ട് ഷിപ്പ് റേറ്റൊക്കെ ഭയങ്കരമായിട്ട് ഹൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇനി വർഷങ്ങൾ കഴിയും തോറും ഇതിൻ്റെ ഇരട്ടിയായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയ ബഡ്ജറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ ഭാഗ്യത്തിന് ഈ ചെറിയൊരു ബഡ്ജറ്റിൽ തന്നെ, ചെറിയ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇത്ര 10 ലക്ഷം രൂപയൊക്കെ വരും. പക്ഷെ ഇനിയുള്ള കാലത്ത് അതിനേക്കാൾ ഇരട്ടി വരും. ഈ ഷെറിൻ ചെറുപ്പകാലത്ത് സഫാരി ചാനൽ കണ്ടത് ഭയങ്കര ഹൈ ആണെന്ന് പറഞ്ഞ് ഇന്റർവ്യൂവിൽ സംസാരിക്കേണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലാണ് സന്തോഷ് ജോർജ് ഞങ്ങളുടെ സാറ് ഇന്റർവ്യൂവില് ഷെറിന്റെ പേര് പറയുന്നത്. അപ്പോൾ അത് ശരിക്കൊരു എന്താണ് അത് കേട്ടപ്പോൾ കിട്ടിയൊരു സന്തോഷം? അത് എനിക്ക് ഭയങ്കര ഒരു നമുക്കൊരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു രീതിയാണ്. സാറിന് എന്നെയും കൂടി അറിയാലോ, എൻ്റെ ഒരു വീഡിയോകൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു, കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു യാത്രയുടെ ഒരു സംഭവമൊക്കെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇങ്ങനെ പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകുന്നത് ആക്ച്വലി ഇൻസ്പയർ ആയത് സഞ്ചാരമൊക്കെ കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ സഫാരി ചാനലിൽ പോയിട്ട് എനിക്കൊരു ആ യാത്രയിൽ പരിപാടിയിൽ പങ്കെടുക്കാനും പറ്റി. എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഓപ്ഷൻസ് ഒരുപാട് ഉണ്ടായിട്ട് ഞാൻ അങ്ങനെ പോകാനൊരു ചെറിയൊരു ഇതിനകത്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ ആ മൊമെന്റിൽ ഇപ്പോൾ സാറ് ഒരു ഇഷ്ടപ്പെട്ട വ്ളോഗേഴ്സ് ആരാന്ന് ചോദിക്കുമ്പോൾ അതിൽ ഷെറിന്റെ പേര് പറയുന്ന ഒരു അച്ചീവ്മെന്റ്. അതെ. അത് എനിക്ക് ഭയങ്കര അത് നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനും നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു സംഭവമാണ്. സാറെ പോലെയുള്ള ആൾക്കാർ നമ്മളെ കൂടെ അറിയുന്നു എന്ന് പറയുമ്പോഴൊക്കെ ശരിക്കും ഷെറിൻ നമ്മുടെ ഇന്ത്യയിൽ സഞ്ചരിച്ചതിൽ ഇനി ഒന്നുകൂടെ പോകണം ഒരു മോട്ടീവ് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ചോദിച്ചാൽ എനിക്ക് അത് ലഡാക്ക് തന്നെയാണ്. ഞാൻ 3 തവണ പോയിട്ടുണ്ട്. പക്ഷെ ഇനിയും പോകണമെങ്കിൽ എനിക്ക് ലഡാക്ക് വീണ്ടും പോകാൻ തോന്നുന്നു. കാരണം അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. മൂന്ന് പ്രാവശ്യം ശരിക്കും ലഡാക്ക് ഞാൻ പോകാൻ സ്ഥലമില്ല. എല്ലാ സ്ഥലവും അടിച്ചു പറക്കിയിട്ടുണ്ട്. ഇനി പോകാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ മാത്രം സീരീസ് ഉണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലഡാക്കിൽ തേരാപ്പാറ എന്ന് പറഞ്ഞിട്ടാണ് ആ സീരീസ് ചെയ്തേക്കണം. അപ്പോൾ ഇനി പോകാൻ ആക്ച്വലി സ്ഥലമൊന്നുമില്ല. മിക്ക സ്ഥലവും അരിച്ച് പറക്കി വീഡിയോ എടുത്തിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇനിയും പോകാനായിട്ട് തോന്നുന്ന, വീണ്ടും വിളിക്കുന്ന സ്ഥലം എന്നുള്ളത് തന്നെയാണ് ഭയങ്കര രസമുള്ള സ്ഥലം. ഓക്കെ, അതുപോലെ ഇനി ഒരു രാജ്യാന്തര യാത്രകളെ പരിശോധിച്ചാൽ ഷെറിൻ പോയതിൽ ഇനി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്പോട്ട് ഏതായിരിക്കും? പോയതിൽ എനിക്ക് ഇനി പോകാൻ ആഗ്രഹമുള്ളത് തായ്ലൻഡ്, അതുപോലെ ബാലി ഇനിയും പോയാക്കൊള്ളുന്നുണ്ട്. തായ്ലൻഡും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. പ്രത്യേകിച്ച് ആ ഫുക്കറ്റ് ഏരിയയിലോട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇപ്പോഴും ആ ഒരു സെൻട്രൽ ഭാഗത്ത് മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ നോർത്തിലൊക്കെ ഒരുപാട് അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അച്ഛനും അമ്മയും കൂട്ടി തായ്ലൻഡിലേക്ക് പോയി. അത് അടിപൊളിയായിരുന്നു. അവർ ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ യാത്ര പോകുന്നത്. ഞാൻ സ്വന്തമായിട്ട് തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് പോയി. ബാങ്കോക്കും പട്ടായം മാത്രമേ കണ്ടുള്ളൂ. ഞാൻ പോയ അതേ വഴി കൂടി തന്നെ അവരെയും കൊണ്ടുപോയി അവരുടെ തന്നെ അവരെയും കൊണ്ട് ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ ഒരു രാജസ്ഥാനിലോട്ട് ഒരു ട്രിപ്പ് കൂടി പോകുന്നുണ്ട്. പിന്നെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഡ്രീം ഡെസ്റ്റിനേഷൻ അടുത്ത് എങ്ങനെ പ്ലാൻ? അങ്ങനെ വെച്ച് കുറേ ഉണ്ട്. എനിക്ക് ഈ ലോകാത്ഭുതങ്ങൾ മൊത്തം ഒന്നും കാണണമെന്നുണ്ട്. പക്ഷെ അതൊക്കെ പല ഭൂഖണ്ഡത്തിലായതുകൊണ്ട് നമുക്ക് സാമ്പത്തികമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതിൻ്റെ ഒരു ഡിലേ ഉണ്ട്. ഞാനൊന്നും എടുത്ത് ചെയ്യത്തില്ല. പയ്യെ സാവധാനം പൈസ ഒക്കെ കൂട്ടി വെച്ച് നമ്മുടെ ബാക്കി കാര്യങ്ങൾ നടക്കണമല്ലോ. നമ്മളുള്ള പൈസ മൊത്തം ഇതിനുവേണ്ടി അടിച്ചു പൊളിച്ചങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊക്കെ നിൽക്കും. അപ്പം ഞാൻ ബഡ്ജറ്റ് നോക്കി സാവധാനം പൈസ കൂട്ടി വെച്ച് പൈസ ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഈ ട്രിപ്പ് പോയി വന്ന് ഇത് വീഡിയോയിൽ വരാനുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? വീഡിയോയിൽ വരാനായിട്ട് ഇത്തിരി പണിയുണ്ട്, നല്ല വർക്കുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാവരും കാണുന്ന ഒരു 10 അല്ലെങ്കിൽ 30 മിനിറ്റ് വീഡിയോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇത് എടുക്കുന്നത് ഒരു ഡേ മൊത്തം ആയിരിക്കും. രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. ഇത് മൊത്തം നമ്മൾ എഡിറ്റ് ചെയ്യണമല്ലോ. എഡിറ്റ് ചെയ്യാണ്ട് ഒരു സാധനം വരത്തില്ല. എനിക്കൊരു സാധാരണക്കാർക്ക് ഇതിൻ്റെ പ്രോസസ്സിങ് അറിയത്തില്ല. ഇപ്പോൾ ചിലർ ദേഷ്യം പിടിച്ച് കുറേ പേര് കമൻറ്റ് ചെയ്യണല്ലേ, വേറെ വല്ല ജോലിക്ക് കൂടെ പണി എടുത്ത് ചെയ്യിക്കട. ആക്ച്വലി ഇതിൻ്റെ പണി എന്താണെന്ന് പറഞ്ഞാൽ ഇവർ തന്നെ ബോധം കിട്ടി എഴുതുന്നുള്ളതാണ്. കഷ്ടപ്പാട് ചെയ്യുന്നവർക്ക് അറിയാലോ എഡിറ്റിങ് എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോ ഉണ്ടാക്കണതെന്ന്. ഇപ്പം എൻ്റെ കയ്യിലൊക്കെ ഏതാണ്ട് ഒരു 6 മണിക്കൂറും ചില വീഡിയോ 10 മണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ ഒരു എപ്പിസോഡ് ഉണ്ടാക്കി ഇടുന്നത്. ഇത്ര സമയം എടുക്കുന്നുണ്ട്. പക്ഷേ ഈ എഫേർട്ടൊന്നും ആൾക്കാർ അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് ആ വീഡിയോ മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ സിനിമയുടെ പുറകിൽ ഇതുപോലെ തന്നെയാണല്ലോ. സിനിമ എത്ര 2 മാസം ഷൂട്ട് ചെയ്ത സംഭവങ്ങളാണ്. 2 മാസം പല സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്ത് അത് 2.5 മണിക്കൂർ കുറേ സമയം കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് ദിവസങ്ങളെടുത്ത് എഡിറ്റ് ചെയ്തിട്ടാണ് 2.5 മണിക്കൂർ വീഡിയോ തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് ആ 2.5 മണിക്കൂർ മാത്രം കണ്ട് ആസ്വദിച്ചാൽ മാത്രം മതി. അതിൻ്റെ പുറകിലെ എഫേർട്ട് അവർ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കാര്യം, നമ്മുടെ കഷ്ടപ്പാട് ഇപ്പോൾ അവരറിയണ്ട. പക്ഷെ അവർ ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മതി. അതാണ് നമുക്ക് കിട്ടേണ്ട സന്തോഷം നൽകുന്ന കാര്യം എന്നുള്ളതിൽ. ഓക്കെ, എന്തായാലും ഷെറിനെ
യാത്ര എന്ന സ്വപ്നം കൂടുതൽ കൂടുതൽ സഫലീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.